നിമിഷയുടെ മോചനത്തിന് വേണ്ടി കഴിഞ്ഞ 5-6 വർഷങ്ങളായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. 6ാം ലോക കേരള സഭയുടെ എഡിഷൻ വരുന്ന സമയത്ത് നമ്മളിലൊരാളായി ഈ പ്രതീതികൾക്കകത്ത് നിമിഷപ്രിയ ഉണ്ടാകാൻ ഉള്ള പ്രവർത്തനങ്ങൾ. ഞാൻ സുഭാഷ് ചന്ദ്രൻ, സുപ്രീം കോടതി അഭിഭാഷകനാണ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് 5ാം ലോക കേരള സഭയ്ക്കകത്ത് പങ്കെടുക്കുന്നത്. 3ാം ലോക കേരള സഭ മുതൽ 3, 4, 5 എഡിഷനുകൾക്കകത്ത് പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പ്രവാസികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാകാത്ത ഒരു അനുഭവമായി ലോക കേരള സഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിവിധ മേഖലകൾക്കകത്ത് ഈ വർഷം 125 രാജ്യങ്ങളിൽ നിന്നുള്ള 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികളാണ് ഈ ലോക കേരള സഭയ്ക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ന് ഈ ലോക കേരള സഭയ്ക്കകത്ത് ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ പ്രധാനമായും ഇതിനകത്ത് ഉന്നയിച്ചത് പ്രവാസിയായ യമനിൽ തടവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു മലയാളി യുവതിയുടെ ദൗർഭാഗ്യകരമായ അവസ്ഥകളെ സംബന്ധിച്ച് ആ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ലീഗൽ അഡ്വൈസർ എന്ന രീതിയിൽ നിമിഷയുടെ മോചനത്തിന് വേണ്ടി കഴിഞ്ഞ 5-6 വർഷങ്ങളായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നത്തെ ചർച്ചയ്ക്കകത്ത് ഞാൻ പ്രകടിപ്പിച്ച ശുഭപ്രതീക്ഷ 6ാം ലോക കേരള സഭയുടെ എഡിഷൻ വരുന്ന സമയത്ത് നമ്മളിലൊരാളായി ഈ പ്രതീതികൾക്കകത്ത് നിമിഷപ്രിയ ഉണ്ടാകാൻ ഉള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ലോക കേരള സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുള്ളതാണ്. ചില ദൗർഭാഗ്യകരമായ ആളുകളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നിമിഷയുടെ മോചനം സാധ്യമാകാത്തത്. നിമിഷയുടെ വധശിക്ഷ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി യമനിലെ ഭരണകൂടവും കോടതികളൊക്കെ തയ്യാറായിട്ടുണ്ട്. പക്ഷെ മോചനം ഇനിയും സാധ്യമാകണമെങ്കിൽ കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കി നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞാൻ ലോക കേരള സഭയുടെ ചർച്ചയ്ക്കകത്ത് ഉന്നയിച്ചത്. ഇത്തരത്തിൽ വിവിധ ലോകരാജ്യങ്ങൾക്കകത്ത് ജയിലിൽ കഴിയുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താനും വേണ്ടിയിട്ട് ലോക കേരള സഭയ്ക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ പ്രവാസികളുടെ കേരളത്തിനകത്തുള്ള വികസനത്തിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ പ്രവാസികളുടെ നമ്മുടെ സമൂഹത്തിന്റെ ഭാവി കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമായി ലോക കേരള സഭ മാറുകയാണ്. ഇത് വരും വർഷങ്ങളിലും വളരെ സജീവമായി കേരളീയ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിന് കോൺട്രിബ്യൂഷൻ നൽകാവുന്ന ഒരു പ്ലാറ്റ്ഫോമായി ലോക കേരള സഭ മാറിയിട്ടുണ്ട്.